നമുക്കിപ്പം LDFന്റെ സ്ഥാനാർത്ഥി സന്ധ്യ ബെന്നി കൂടി ചേരുന്നുണ്ട്. ചേച്ചി, ഇത്തവണ UDF ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ഇറക്കിയത്, അരുണിമ. അപ്പം എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം ശക്തമായിരിക്കും? അരുണിമയുടെ ഇത് ഞാൻ കണ്ടിരുന്നു. തീർച്ചയായിട്ടും 2010-15 കാലയളവിൽ ഞാൻ കടക്കരപ്പള്ളി പ്രത്യേകിച്ച് 6ാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. പമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് സാധാരണക്കാരൻ്റെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ തൊഴിലാളിയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ദുഃഖവും അവരുടെ പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്ന് അറിയാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ 5 വർഷത്തെ കാലത്തെ പ്രവർത്തനം ഈ കടക്കരപ്പള്ളി 6ാം വാർഡിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരുടെ ദുഃഖം അറിയണമെങ്കിൽ ഒരു സാധാരണക്കാർക്ക് മാത്രമേ അറിയാനൊക്കെ ഉള്ളൂ. അത് തീർച്ചയായും പിന്നെ എൻ്റെ വാർഡിലെ പ്രദേശവാസികൾ, എൻ്റെ പാർട്ടി അല്ലാത്തൊരു UDFും അതുപോലെ തന്നെ BJP ഒക്കെ ഒരു കക്ഷി രാഷ്ട്രീയമോ ജാതി ഇതോ നോക്കാതെയാണ് ഞാൻ എൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിരിക്കുന്നത്. അതിനുശേഷം 2015-20 കാലഘട്ടത്തിലേക്കാണ് ഞാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയാകുന്നത്. അതും 50 വാർഡുകളെ ആയിരുന്നു എൻ്റെ ഡിവിഷനിൽ. ആ 50 വാർഡുകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 5 പഞ്ചായത്തെന്ന് പറയുമ്പം വയലാർ, പട്ടണക്കാട്, കടക്കരപ്പള്ളി, ചേർത്തല സൗത്ത്, മാരാരിക്കുളം, ഈ 5 പഞ്ചായത്തിനും കൂടിയായിരുന്നു 50 വാർഡുകൾ. ഈ പറയും പോലെ തന്നെ കക്ഷി രാഷ്ട്രീയം കൂടാതെയും ഞാൻ എൻ്റെ ഫണ്ടുകളെല്ലാം ഈ 5 പഞ്ചായത്തിനും 13 കോടി രൂപ ഫണ്ട് ചെലവഴിച്ചാണ് ഞാൻ എൻ്റെ കാലയളവ് കഴിഞ്ഞിറങ്ങുന്നത്. എനിക്ക് ഏറ്റവും വളരെ അഭിമാനകരമായിരുന്നു. കാര്യം നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഫണ്ട് തന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് G. വേണുഗോപാൽ സാറായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാളുടെ കാര്യം കൃത്യമായിട്ട് ഒരു പ്രശ്നം എൻ്റെ മുന്നിൽ എത്തുകയാണെങ്കിൽ ഏതറ്റം വരെ ഞാൻ പോയി ആ സാധാരണക്കാരൻ്റെ പ്രശ്നത്തിൽ ഇടപെടും. അതിൽ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ പറഞ്ഞില്ല, ജാതിയോ മതമോ നമ്മുടെ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല. ആ ഒരു സപ്പോർട്ട് എനിക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നേ എൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എൻ്റെ ആൾക്കാരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യത്തോളം സ്ഥാനാർത്ഥിയാകുന്നുള്ള പ്രതീക്ഷയാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഡിവിഷനിൽ ചെയ്തു തീർക്കാൻ. അപ്പോൾ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ മെമ്പറായിരുന്ന NS ശിവപ്രസാദ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി എൻ്റെ ഡിവിഷനിൽ വരുന്ന ഈ 5 പഞ്ചായത്തുകളിലും ഇത്തവണ എനിക്ക് വയലാർ, പട്ടണക്കാട്, തുറവൂർ, കടക്കരപ്പള്ളി, ചേർത്തല സൗത്ത്, ഈ 5 പഞ്ചായത്തുകളാണ്. 50 വാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നിൽ നിക്ഷിപ്തമായി എൻ്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ഞാനത് ചെയ്തിരിക്കും. അത് എനിക്ക് കൃത്യമായിട്ട് ചെയ്തിരിക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളൊരു മനസ്സുള്ളവളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ എൻ്റെ ജനം എന്താണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ കൊടുത്തിരിക്കും. സിറ്റിംഗ് സീറ്റായ വയലാറിൽ LDF തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി സന്ധ്യ ബെന്നി പ്രതികരിച്ചിട്ടുള്ളത്.